കോഴിക്കോട് ഉള്ളിയേരി ഡിവിഷനിൽ പതിറ്റാണ്ടുകളായി LDF കെട്ടിപ്പൊക്കിയ ഒരു ചെങ്കോട്ട അത് തകർത്തെറിഞ്ഞത് 23-കാരിയായ റിമ കുന്നുമ്മലാണ്. MSF ഹരിത നേതാവാണ്. ഈ കോഴിക്കോട് ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥി കൂടിയാണ് റിമ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു വിജയത്തിൽ? വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ ഒരുപാട് നന്ദിയുണ്ട്. എന്നിലൊരു വിശ്വാസം അർപ്പിച്ച് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഇത്രയും കാലം അവിടെ ഒരു കോട്ടയായി കൊണ്ടുനടന്ന ആ ഒരു ഡിവിഷൻ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ച് എനിക്ക് വോട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഒരുപാട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെയൊരു എന്താ പറയുക ഇങ്ങനെയൊരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാൻസ് തന്ന പാർട്ടിയോടും അതിലേറെ നന്ദിയുണ്ട്. ഈ കൂട്ടുകാരാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആദ്യമായാണ് റിമ കോളേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗംഭീരമായി പടക്കമൊക്കെ പൊട്ടിച്ച് മധുരമൊക്കെ വിതരണം ചെയ്ത പോലെ ഗംഭീരമായൊരു സ്വീകരണമാണ് കൂട്ടുകാർ കൊടുത്തത്. ഇവരോട് എന്താ പറയാനുള്ളത്? അവരുടെ അടുത്തെന്ന് പറയുന്നത് നന്ദി തന്നെയാണ്. കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ലോ കോളേജിൽ നിന്നാണ്. ലോ കോളേജിൽ ഓരോ ചുവടുവെപ്പുകളാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ അല്ലെങ്കിൽ ഇന്നിപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതും അവിടെ പെർഫോം ചെയ്യാൻ പറ്റിയതും ഒക്കെ ഇവിടുന്ന് എനിക്ക് കിട്ടിയ ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇവിടുന്ന് ഞാൻ പ്രവർത്തകയായി, അതിനുശേഷം ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയി. അപ്പം ഈ ലോ കോളേജിൽ നിന്നാണ് എന്നെ എല്ലാം ആക്കിയത്. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക എൻ്റെ റിസൾട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വർക്കിംഗ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വരണം എന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അത് തന്നെ സാധിക്കാൻ പറ്റി. ഈ ഡിവിഷൻ ഉള്ളിയേരി ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങളായി LDF മാത്രം ഡിവിഷൻ വന്നതിന് ശേഷം LDF മാത്രം ഭരിച്ചിരുന്ന ഒരു പ്രദേശത്ത് ഒരു 23-കാരി MSF നേതാവിനെ കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. ജയിക്കുമോ എന്നുള്ളൊരു ഒരു സംശയമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ജയം. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ആയിരുന്നു ഇങ്ങനെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനമൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പം എൻ്റെ തന്നെ ഡിവിഷനാണ്. അപ്പം നാട്ടുകാരി എന്ന നിലയിൽ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കഴിഞ്ഞ പതിറ്റാണ്ടുകളോളമായിട്ട് വികസന മുരടിപ്പിൻ്റെ ഒരു എന്താണ് പറയുക അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പര്യടനത്തിനൊക്കെ പോകുന്ന സമയത്ത് ഓരോ നാടുവഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ടെന്ന്. എന്നിരുന്നാലും ഞാൻ ഓരോ പര്യടനത്തിന് പോകുന്ന സമയത്തും അവരുടെ അടുത്ത് പറഞ്ഞത് ഇനിയിപ്പോൾ ജയിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളൊരു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് തന്നെ ഇനി മുന്നോട്ട് ചെയ്യും. ഈ പറയുന്നത് പോലെ ഈ ഒരു സ്ഥലത്ത് മത്സരിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയായിരുന്നു കാരണം നമ്മളെ ഒരു നേതാവാക്കിയത് കൂട്ടുകാരാണല്ലോ, ഈ കോളേജാണല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയായിരുന്നു സപ്പോർട്ട്? അവർ മുഴുവനായിട്ട് കഴിഞ്ഞ ഒരു മാസത്തോള കാലമായിരുന്നു മുഴുവനായിട്ട് ഉള്ളിയേരിയിൽ തന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോരുത്തരായിട്ട് വരും. അതല്ലാതെ എൻ്റെ പല വർക്കുകളും കാര്യങ്ങളും ഇവർ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ MSF ലോ കോളേജിലെ കൂട്ടുകാർ അല്ലെങ്കിൽ ലോ കോളേജിലെ MSFകാരെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തോളം കാലം.